ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിച്ച് ഭക്തർ വീടുകളിലേക്ക് മടങ്ങി. നഗരത്തിൽ ശുചീകരണ നടപടികൾ തുടരുകയാണ്. ജിബിൻ ജെബിയാണ് ഈ മണിക്കൂറിലെ വിവരങ്ങളുമായി ചെന്നത്. ജിബിൻ, നഗരം അതിന്റെ പഴയ സ്ഥിതിയിലേക്ക് എത്തുകയാണ്. അതേസമയം തന്നെ ഇത്രയും പേർക്ക് ആതിഥ്യമരുളാൻ കഴിഞ്ഞു എന്നതിന്റെ അഭിമാനവുമുണ്ട് ഇക്കുറിയും നഗരവാസികൾക്ക് ആകെ. നഗരത്തിൽ ഇപ്പോഴത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? എല്ലാവരും മടങ്ങിയോ? സുഗമമായി, വലിയ ബ്ലോക്കില്ലാതെ വാഹനം സമയത്ത് കിട്ടി എല്ലാവർക്കും മടങ്ങാൻ കഴിഞ്ഞോ? രതീഷ്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം 1.25 കൂടിയായിരുന്നു നിവേദ്യം അർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1.5 തന്നെ ഇവിടെ നിന്ന് ആറ്റുകാൽ അമ്മയെ കണ്ടതിന് ശേഷം എല്ലാ ജനങ്ങളും ഭക്തജനങ്ങളും മടങ്ങി തുടങ്ങി. അതിനുശേഷം ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ തിരക്കൊക്കെ തന്നെ മാറി വാഹനങ്ങൾ കൃത്യമായി പോകുന്നുണ്ട്. അതിന് പിന്നാലെ ഏകദേശം ഈ 3 മണിയോടുകൂടി തന്നെ കോർപ്പറേഷൻ അവരുടെ ശുചീകരണം പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു. കാരണം തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട്. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം മാറി ഒരു വെയിലൊന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഈ 3 മണി വരെ കാത്തുന്നത്. പക്ഷേ കൃത്യം 3 മണിയോടുകൂടി തന്നെ വളരെ വലിയൊരു ടീം അടങ്ങുന്ന ഏകദേശം 2500-ലധികം ശുചീകരണ തൊഴിലാളികൾ അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഈ നഗരം മുഴുവൻ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ കോർപ്പറേഷൻ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. കാരണം ഈ ഇഷ്ടികകൾ ഇവിടെ നിന്ന് മാറ്റി കോർപ്പറേഷൻ്റെ ഭവന പദ്ധതിക്ക് വേണ്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ ക്രമീകരിച്ചിരുന്നു. കോർപ്പറേഷൻ്റെ ശുചീകരണ തൊഴിലാളികൾക്ക് പുറമെ ഹരിതകർമ്മസേന അംഗങ്ങൾ, അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു ക്യാമ്പയിൻ പോലെയാണ് ഇത് മാറ്റിയിരിക്കുന്നത്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി പലയിടത്തു നിന്നുള്ള സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 5 മണിയോടുകൂടി തന്നെ ഈ നഗരം പൂർണ്ണമായി തന്നെ വൃത്തിയാക്കും. ഇനി അതിനുശേഷം ഇവിടെയൊക്കെ കല്ലും അതുപോലെ ഈ മാലിന്യങ്ങളൊക്കെ തന്നെ മാറ്റി, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മാറ്റി എല്ലാം മാറ്റി കഴിഞ്ഞാലും ചെറിയ രീതിയിലുള്ള പൊടിപടലങ്ങൾ ഉണ്ടാകും. അത് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷത്തെ പോലെ തരംഗടിയുടെ നേതൃത്വത്തിൽ സിനിമയിലൊക്കെ തന്നെ മഴ പെയ്ക്കുന്ന സംഘമാണ് തരംഗടി എന്ന് പറയുന്നത്. അവർ എല്ലാം കഴിഞ്ഞ 10-13 വർഷമായി അവരാണ് ഇവിടെ എത്തിക്കൊണ്ട് മഴ പെയ്ക്കുന്ന രീതിയിൽ ഈ നഗരം മുഴുവൻ ശുചീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി തരംഗടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതും ഒരു ഏകദേശം 5-6 മണിയോട് കൂടിയായിരിക്കും തരംഗടി ഇങ്ങോട്ടേക്ക് എത്തി മഴ പെയ്യിപ്പിച്ചുകൊണ്ട് ഈ നഗരത്തിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും നഗരം ഇപ്പോൾ ഈ ഒരു 3 മണിയോടുകൂടി തന്നെ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ തൊഴിലാളികൾ ഇവിടുത്തെ ശുചീകരണ പ്രവർത്തികളൊക്കെ തന്നെ വലിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട്. ജിബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ നഗരത്തിൽ നിന്ന് മടങ്ങുകയാണ്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ അല്പം ട്രാഫിക് ബ്ലോക്കും മറ്റും അനുഭവപ്പെട്ടിരുന്നു. ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് മടങ്ങുന്നതിൻ്റേതായ ചെറിയ തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നഗരം ആകെ പഴയ നിലയിലേക്ക് എത്തുകയാണ്. ശുചീകരണ തൊഴിലാളികൾ നഗരമാകെ വൃത്തിയാക്കുകയാണ്. ജിബിൻ വിവരങ്ങൾ. ജിബിൻ, പ്രതികരണങ്ങളിലേക്ക് പോവാം. എത്രത്തോളം തൊഴിലാളികളുണ്ട് നിങ്ങൾ? ഇതിപ്പോൾ നമ്മളിവിടെ 150 ഒരു 300 പാർട്ടി തന്നെ ഡിവിഷനിൽ. എത്ര മണിക്കാണ് ആരംഭിച്ചത്? 2:30 മണിയായി. ചൂടായതുകൊണ്ടല്ലേ? ചൂടായതുകൊണ്ട് 3 മണിക്കാണ്, അല്ലെങ്കിൽ 1 മണിക്ക് തുടങ്ങിയായിരുന്നു. എത്ര മണിയാണ്? 5 മണിയോട് കൂടി തന്നെ തീരുമില്ല. ഒരു 6-6:30 ആകുമ്പോൾ എല്ലാം ക്ലീൻ. ക്ലിയർ. അതിനുശേഷം തരംഗടിയുടെ ഇതും കൂടി ഉണ്ടല്ലേ? കാര്യമെല്ലാം കംപ്ലീറ്റ് ക്ലീൻ. കല്ല് വരെ പറക്കും. അപ്പോൾ നേരത്തെ നിങ്ങൾ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി? എല്ലാം കംപ്ലീറ്റും പൂർത്തിയാക്കി വെച്ചിരുന്നു. രതീഷ്, അത് തന്നെയാണ് ഇവർ ഈ പറയുന്ന പോലെ ഈ പൊങ്കാല തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ കൃത്യമായി ഇവിടെ നിന്ന് ഈ മാലിന്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യം 3 മണിയോടെ തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇവർക്ക് ആരംഭിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ആളുകൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂരിപക്ഷം പേരും നഗരത്തിൽ നിന്ന് മടങ്ങി. നേരത്തെ തന്നെ KSRTC നിരവധി ബസ്സുകൾ ഏർപ്പെടുത്തിയിരുന്നു. 300ഓളം ബസ്സുകളാണ് പ്രത്യേകമായി ഉണ്ടായിരുന്നത്. ട്രെയിനുകൾ 30-ലധികം പ്രത്യേക സ്റ്റോപ്പുകൾ തന്നെ അനുവദിച്ചിരുന്നു. പ്രത്യേക തീവണ്ടി സർവീസും ഉണ്ടായിരുന്നു. കൊല്ലം ഭാഗത്തേക്കും കന്യാകുമാരി ഭാഗത്തേക്കും പോകുന്നതിന് വേണ്ടി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കിഴക്കേക്കോട്ടയിൽ തമ്പാനൂരിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലായി KSRTC ബസ്സുകളും ക്രമീകരിച്ചിരുന്നു. സ്വകാര്യ വാഹനങ്ങളിൽ വന്നവരുമൊക്കെ മടങ്ങുകയാണ്. നഗരം പഴയപടിയിലേക്ക് എത്തുകയാണ്. വളരെ വേഗത്തിൽ തന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ നഗരത്തിലെ ശുചീകരണ തൊഴിലാളികൾ അവരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് വളരെ വേഗം പഴയ നിലയിലേക്ക് നഗരം എത്തുന്നു. ജിബിനാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജിബിൻ, ഇപ്പോഴും ചിലർ മടങ്ങുന്നത് കാണാം. ഈ KSRTC ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വേഗത്തിൽ തന്നെ വന്ന ആളുകൾക്ക് മടങ്ങാൻ കഴിഞ്ഞു? ഇനി ഏറെ നേരം കാത്തിരിക്കുന്ന ആളുകളുണ്ടോ? രതീഷ്, ഏകദേശം 1.25 കൂടി നിവേദ്യം അർപ്പിച്ച സമയത്ത് തന്നെ ഭക്തജനങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി KSRTC സജ്ജമായിരുന്നു. ഏകദേശം 700ഓളം അധിക സർവീസുകളാണ് KSRTC ഇവിടെ നിന്ന് ഭക്തജനങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി, വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് ഏകദേശം ഒരു 11 മണിയോട് കൂടി തന്നെ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഈ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ബസ്സുകൾ ഈസ്റ്റോട്ട് ഭാഗത്തും മറ്റ് ദീർഘദൂര സർവീസുകൾ തമ്പാനൂർ ടെർമിനലിലും
ബസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തു. അതിൻ്റെ ഭാഗമായി ഈ 1:30 തന്നെ കൃത്യമായി ബസ്സുകൾ ഈ സ്ഥലങ്ങളിലേക്ക് വന്നു നിന്ന് യാത്രക്കാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ സജ്ജമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈസ്റ്റ് റോഡ് ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാലും തമ്പാനൂരിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടെ ഒരു ജനത്തിരക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം എല്ലാവരും കൃത്യമായി ഇവിടെ നിന്ന് അവർ പോകേണ്ട പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ കാണുന്നത് പുറത്തുനിന്നൊക്കെ വന്ന ആളുകളാണ്. അവർ മാത്രമാണ് അവരുടെ ബസ്സുകളൊക്കെ പലയിടത്തും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇട്ടത്. ചേച്ചി, നിങ്ങൾ എങ്ങോട്ടാണ് ഇനി മടങ്ങുന്നത്? കൊല്ലത്ത് നിന്ന് വന്നതാണ്. എപ്പോഴാണ് എത്തിയത് ഇവിടെ? രാത്രി ഒരു 1:30-12 അല്ലേ? അമ്മയെ കണ്ടു, പൊങ്കാല അർപ്പിച്ചു, അതിന്റെ സന്തോഷത്തിലാണ്. ഞാനാണ് വണ്ടി, എല്ലാ വർഷവും ഞാൻ വണ്ടി വിടും. വണ്ടി വിട്ട് എല്ലാവരും ഒരു 10-50 പേരെ കൊണ്ടുവന്ന് ഈ സ്കൂളിനകത്താണ് വിടും. അവർക്ക് എല്ലാ സന്തോഷം, അമ്പലത്തിലൊക്കെ പോയി തൊഴും. എല്ലാ പ്രാവശ്യവും നമ്മളെ ഓർക്കും. അമ്മ ഞങ്ങളെ എല്ലാ വർഷവും ചേട്ടനാണ് വണ്ടി കൊണ്ട് ഞാനാണ് 50 പേരെ കൊണ്ടുവരും. എല്ലാവർക്കും ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്പലത്തിൽ കൊണ്ടുവന്ന് അമ്മയുടെ അനുഗ്രഹം കിട്ടി. എല്ലാവരും സന്തോഷമായിട്ട് പോയാണ്. ചേട്ടന്റെ പേരെന്താണ്? ശശികുമാർ കൊട്ടിയം. ചേട്ടന്റെ പ്രത്യേകമായിട്ട് നേർച്ച എന്തെങ്കിലും ആണോ? അല്ലല്ല, എനിക്കൊരു അമ്മയിൽ നിന്ന് ഞാൻ ഭയങ്കര വിശ്വാസം അമ്മയെ. അതുകൊണ്ട് ഞാൻ ആദ്യമേ കുറച്ച് കൊണ്ടുവന്നു. ഇപ്പം എൻ്റെ കൂടെ വരാൻ ഒരുപാട് ആളുകളുണ്ട്. അതായത് ഈ കുട്ടിയത്തുനിന്നുള്ള ചേട്ടൻ, അദ്ദേഹം കഴിഞ്ഞ 13 വർഷമായി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് 50 പേര് എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് പങ്കെടുപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം 50 അമ്മമാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഈ കാണുന്ന എതിർവശത്തുള്ള സ്കൂളിൽ ഈ വണ്ടി കയറ്റിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ക്രമീകരിച്ച് ഇപ്പോൾ അവർ കൂടെ വന്നവരെല്ലാം ആറ്റുകാൽ പൊങ്കാല പൂർത്തിയാക്കി അവർ അമ്മയെ കണ്ട് വണങ്ങി തിരികെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അതാണ് ഈ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ബസ്സിലാണ് ഇപ്പോൾ എല്ലാവരും മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ശുചീകരണ പ്രവർത്തികൾ ചെയ്യുന്ന ചേച്ചിമാർ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി പൊങ്കാല ഇട്ടിട്ടാണോ ഇപ്പോൾ? ഇല്ല സാർ, അതിനുള്ള സൗകര്യമായിട്ട് ഞാൻ ദൂരെ നിന്ന് വരുന്നതാണ്. ഈ ശ്രീകണ്ഠേശ്വര സർക്കിളാണ് ഞാൻ ജോലി ചെയ്യുന്നത്. രാവിലെ 5 മണിക്ക് റൂട്ടിൽ കയറുന്ന ഞാൻ 5 മണിക്ക് ഇവിടെ നിന്ന് കയറിയാണ് ഈ മൊത്തം. പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള അമ്മയുടെ നടയിലെ കാര്യമായതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നുള്ള രീതിയിലാണ് നമ്മളെ സകലതും കളഞ്ഞിട്ടുള്ള നല്ല രീതിയിൽ നമ്മളെ ഈ കോർപ്പറേഷൻ്റെ എല്ലാ ബഹുമാനപ്പെട്ട സാറന്മാർക്കും വേണ്ടി ഇതെല്ലാം നല്ല രീതിയിലുള്ള സ്വീകരണ പ്രവർത്തനം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ്റെ തൊഴിലാളിയാണോ? നമ്മളെ ശുചീകരണം. നിങ്ങൾ എത്ര പേരുണ്ട് ഈ സംഘത്തിൽ? നമ്മൾ ഇപ്പോൾ ഈ റൂട്ടിൽ നമുക്ക് 11 പേരാണ് കേട്ടോ. മൊത്തം നമ്മളെ ഈ ശ്രീകണ്ഠേശ്വര സർക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ വാർഡാണ്. നമ്മുടെ വലിയ സർക്കിൾ. എങ്ങോട്ടേക്കാണ് ഈ മാലിന്യങ്ങളൊക്കെ നീക്കുന്നത്? അത് നമ്മൾ മാലിന്യങ്ങൾ നീക്കുന്നതാണ്. എവിടുന്നാണ് ചേച്ചി? എവിടുന്നാണ്? ഈ ശ്രീകണ്ഠേശ്വരം. ഞാൻ ഇവിടെ അടുത്തിന് ശ്രീകണ്ഠേശ്വരം വാർഡിൽ തന്നെയാണ്. പൊങ്കാലയിടാൻ പോയായിരുന്നു. പൊങ്കാലയ്ക്ക് ഇപ്പോൾ 37 വർഷം കൊണ്ട് പൊങ്കാലയിടാൻ സാധിക്കില്ല. ഈ ജോലി ആയതുകൊണ്ട് 37 വർഷമായി ഈ ജോലി തുടങ്ങിയിട്ട്. ഇത് റിട്ടയർഡ് ആവാറായി. ആദ്യം ബാക്കിയാണ്. രതീഷ്, അതാണ് ഈ അമ്മമാർക്കൊക്കെ തന്നെ ഇവർക്കും പൊങ്കാലയിടണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നഗരം ഇത്തരത്തിൽ വൃത്തിയായി സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർ പൊങ്കാലയിടാൻ അവിടെ ഇരുന്നാൽ പോരാ. ഇത് രാവിലെ 5 മണിയോട് കൂടിയാണ് ഇവർ ജോലിക്ക് കയറിയിരിക്കുന്നത്. ഇന്നത്തെ കാര്യം മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പൊങ്കാല ഏകദേശം ഇത്രയും ദിവസത്തോളം 10 ദിവസത്തോളമായി ഇവർ ഇതേ സമയത്താണ് ഇവിടെ കയറുന്നത്. കാരണം ഇത്രയും അധികം സ്ത്രീകൾ, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. സ്ത്രീകൾ മാത്രമല്ല, അവരുടെ കുട്ടികൾ, കുടുംബത്തിൽ നിന്നുള്ള മറ്റു ആണുങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോൾ ഈ നഗരത്തിൽ മാലിന്യ പ്രശ്നം വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും പുലരുമ്പോൾ തന്നെ നഗരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അവർ പൂർണ്ണമായി നഗരത്തെ ഒരുക്കിയെടുക്കുന്നുണ്ട്. അവർ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആഗ്രഹം പൊങ്കാല ഇടണമെന്നുള്ള അല്ലെങ്കിൽ ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ പൊങ്കാല ഇടണം, ആറ്റുകാൽ അമ്മയെ കണ്ട് വണങ്ങണമെന്നുള്ള ഇവരുടെ ആഗ്രഹം പോലും അവർ മാറ്റിവെച്ചിരിക്കുന്നത് നമ്മുടെ നഗരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർ ഇവിടെ നിന്ന് പോകുമ്പോൾ, അതായത് ഈ പൊങ്കാല അർപ്പിച്ച് അവർ അവരുടെ നാടുകളിലേക്ക് മടങ്ങുമ്പോൾ ഇവിടെ ബാക്കിയാകുന്ന മാലിന്യങ്ങളൊക്കെ നീക്കി തിരുവനന്തപുരം നഗരം എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ തിരുവനന്തപുരം നഗരത്തെ ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഏകദേശം ഇപ്പോൾ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അവിടെ ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന, അതായത് ഫുട്പാത്തിൻ്റെ സൈഡിലുണ്ടായിരുന്ന കല്ലുകളൊക്കെ കൃത്യമായി മാറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടി മാറ്റിവെച്ച് ഇവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇലകളുടെ അവശിഷ്ടങ്ങൾ, പൊടിപടലങ്ങളൊക്കെ വൃത്തിയാക്കി അതിനുശേഷം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവർ ഈ വാഹനങ്ങളിൽ കയറ്റി, അതായത് ഈ ദൂരമൊക്കെ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ഇതുവരെയുള്ള ഭാഗങ്ങൾ ജിബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.